അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. ഇന്ന് ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തയെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപിനും ഭാര്യ മെലനിയയ്ക്കും കോവിഡ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പ്രസിഡന്റ് എപ്പോഴും പ്രസിഡന്റും പിന്നെ അദ്ദേഹത്തോടൊപ്പമുള്ളവരും ഏറ്റവും കരുതലുള്ളവരും ഏറ്റവും ശ്രദ്ധയുള്ളവരുമാണ് എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഒരു കാരണവശാലും അവർക്ക് കോവിഡ് വരില്ല, കാരണം അത്രയധികം ശ്രദ്ധ അവർ പാലിക്കുന്നു എന്നുള്ളത് പാലിക്കണമല്ലോ. പക്ഷേ പ്രസിഡന്റ് ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങി നടക്കുന്നു, ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം സംഭവിച്ചാൽ അതിശയിക്കാനുമില്ല. ഇപ്പം മറ്റു ചില നേതാക്കളെ പോലെ വീടിന്റെ അകത്ത് പിന്നെ അടച്ചൊതുങ്ങി ഇരുന്നിട്ട് പിന്നെ സംസാരിക്കുന്ന ആളല്ല ട്രംപ്. ജനകീയനായ വ്യക്തിയാണ് അദ്ദേഹം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എവിടെ നിന്നെങ്കിലും ഇത് സംഭവിക്കാം. അപ്പൊ ഇന്നലെ വൈകിട്ട് അദ്ദേഹം ന്യൂജേഴ്സിയിലെ ബെഡ്മിനിസ്റ്ററിലോ മറ്റോ അദ്ദേഹത്തിന്റെ ഗോൾഫ് കോഴ്സിൽ വരെ വന്നു. ഇത് അറിഞ്ഞതിന് ശേഷവും വന്നു എന്നാണ് പറയുന്നത്. അപ്പോ അവിടെ എത്ര പേർക്ക് ഇത് അറിഞ്ഞതിന് ശേഷം അല്ലെ അറിയുന്നതിന് മുമ്പോ അദ്ദേഹം എത്ര പേരെ ബന്ധപ്പെട്ടിരുന്നു? അവർക്കെല്ലാം കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ കോവിഡ് വന്നതുകൊണ്ട് നമുക്കറിയാം തല പോകുന്ന കാര്യമൊന്നുമല്ല. വന്നു, അത് പോവും, ഒരു പനി പോലെ വന്നു, സാമാന്യ നിലയിൽ പോവും. പക്ഷേ ട്രംപിന് 74 വയസ്സുണ്ട്, അതുപോലെ തന്നെ 122 കിലോ ഭാരവുമുണ്ട്. അപ്പൊ ഇത് രണ്ടും ദോഷകരമാണ്. മറ്റു രോഗങ്ങൾ കാര്യമായിട്ടില്ല, കൊളസ്ട്രോൾ മാത്രമേ ഉള്ളൂ. ഡയബറ്റിസ് അല്ലെങ്കിൽ ഹാർട്ട് പിന്നെ ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള രോഗങ്ങളൊന്നുമില്ല. അപ്പൊ അത് ഗുണകരമാണ്. പക്ഷെ വെയിറ്റും പ്രായവും അത് രണ്ടു കാര്യം ദോഷകരമാണ്. നമുക്കറിയാം ഇപ്പം ന്യൂയോർക്കിലൊക്കെ ഏറ്റവും കൂടുതൽ മരിച്ചവരിൽ 65 കൂടുതലുള്ളവരാണ് ഏറ്റവും കൂടുതൽ പിന്നെ മരിച്ചത്. പക്ഷെ അതുകൊണ്ട് അത് 6 മാസം മുമ്പായിരുന്നു എന്ന് ഓർക്കണം. ഈ 6 മാസത്തിനിടയിൽ ലോകം തന്നെ മാറിപ്പോയി. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. 6 മാസം മുമ്പ് കോവിഡ് ബാധിച്ച ആളുകള് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു പങ്ക് മരിക്കുകയാണ് ചെയ്തത്. നല്ലൊരു പങ്ക് ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ മരിക്കുകയാണ് ചെയ്തത്. കാരണം അന്ന് ഇത് എന്താണെന്നോ ഇതിന് എന്ത് ചികിത്സയാണെന്നോ ആർക്കും അറിയത്തില്ലായിരുന്നു. നേരെ മറിച്ച് ഇന്നിപ്പം ഇത് കോവിഡ് എന്താണെന്നും അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ചെയ്താൽ അതിന് ഫലം കിട്ടുമെന്നുള്ള പിന്നെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ തുടങ്ങി. ശാസ്ത്രം അത്രമാത്രം നേടി. അത് കാരണം അന്ന് 6 മാസം മുമ്പുണ്ടായ അനുഭവിച്ചവരുടെ അത്രയധികം ഇന്നുണ്ടാകുന്നവർക്ക് പേടിക്കേണ്ടതില്ല. അന്ന് ഇന്നത്തെ സാധ്യത കുറഞ്ഞിരിക്കുന്നു. അപ്പൊ 6 മാസം കൊണ്ട് വന്ന വലിയ കാര്യം, വലിയ മാറ്റം മാത്രവുമല്ല, വൈകാതെ പിന്നെ വാക്സിനുകളൊക്കെ വരാനും സാധ്യതയുണ്ട്. വാക്സിനുകൾ വന്നാലും പിന്നെ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വന്നതിന് ശേഷം ഉള്ള ചികിത്സ കാര്യമായിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എങ്കിലും സ്റ്റെറോയിഡും മറ്റു ചികിത്സകളും എല്ലാം ഇപ്പോഴും പിന്നെ റെംഡെസിവിർ അങ്ങനെ പല പിന്നെ മരുന്നുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് അത്രയൊന്നും പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് പ്രസിഡന്റ് ട്രംപും മെലനിയ ട്രംപും എത്രയും പെട്ടെന്ന് പിന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. കാരണം അവരെ ഇപ്പോഴത്തെ ലോകരംഗം അടക്കി വാഴുന്ന പിന്നെ വ്യക്തിയാണ് പ്രസിഡന്റ് ട്രംപ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യം ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെടുന്നതും ലോകമെങ്ങും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും പെട്ടെന്ന് തന്നെ രോഗശാന്തി വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇതില് 2 കാര്യങ്ങളാണ് ഈ പ്രസിഡന്റിന്റെ ഈ രോഗവാർത്ത അറിഞ്ഞതിന് ശേഷം സംഭവിച്ചത്. ഒന്ന്, വാൾസ്ട്രീറ്റിലും ഒക്കെ പിന്നെ സ്റ്റോക്കിലൊക്കെ അത് പ്രതിഫലിക്കാൻ തുടങ്ങി. അമേരിക്കയിൽ മാത്രമല്ല, യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റ് കുറേശ്ശെ അങ്ങോട്ട് ഇടിയാനായിട്ട് തുടങ്ങി. അതൊന്ന്. രണ്ടാമത്, പിന്നെ ഈ പ്രസിഡന്റിന് അസുഖം വന്നു, ഇങ്ങനെ രോഗം വന്നു എന്നുള്ളതോടുകൂടി ആ ഒരു ഇലക്ഷൻ പ്രചാരണത്തിൽ ഒരു മന്ദത അനുഭവപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോ ഒരു 14 ദിവസത്തേക്ക് പ്രസിഡന്റിന് പിന്നെ ഇറങ്ങി വരാൻ പറ്റത്തില്ല, തട്ട് തകർപ്പൻ പ്രസംഗങ്ങളൊന്നും നടത്താൻ പറ്റത്തില്ല, ആളുകളെ ആവേശപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അത് ഇനിയിപ്പം ഇലക്ഷന് ഇന്നിപ്പോ 2-ാം തീയതി കൃത്യം ഒറ്റ മാസമാണുള്ളത്. പിന്നെ അടുത്ത 3-ാം തീയതിയാണ് ഇലക്ഷൻ. അപ്പൊ ആ 14 ദിവസമാണ് അങ്ങോട്ട് പോകുന്നത്. ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 14 ദിവസം നഷ്ടപ്പെടുന്നു. അത് പ്രസിഡന്റിനെ എങ്ങനെ ബാധിക്കും എന്നാണ് അറിയേണ്ടതിരിക്കുന്നത്. ഇനി ഗുണകരമായിട്ടും ചിലപ്പം വരാം, കാരണം പ്രസിഡന്റിന് അധികം ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഒരു സിമ്പതി ഫാക്ടറും കിട്ടും. അത് ഗുണകരമാകുമോ അതോ അത് ദോഷമാകുമോ എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം ഒരു മാഷോ ഇമേജ്, ഞാനൊരു ഭയങ്കരൻ, ഇതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരാളാണെന്നുള്ള ഒരു ഇമേജാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് രോഗം വന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അനുയായികൾക്കൊരു നിരാശയായിരിക്കും. കാരണം അവരൊന്നും രോഗമൊന്നും വരികയില്ല, ഇതൊക്കെ ഒരു ഹോക്സ് ആണ്, പിന്നെ ഡെമോക്രാറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞാണല്ലോ പിന്നെ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കുന്നത് പിന്നെ ഒരു അക്കാഡമിക് കാര്യമാണ്. അക്കാഡമിക് മാത്രം.
അതായത് ഈ പ്രസിഡന്റുമാരുടെ സക്സഷൻ, ഒരു പ്രസിഡന്റ് പിന്നെ ഒരു പ്രസിഡന്റിന് ശേഷം പ്രസിഡന്റ് ഇപ്പം പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഒരു പ്രസിഡന്റ് മരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റാതിരിക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ചരിത്രപരവും കുറച്ച് അക്കാഡമിക്കും ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം, പ്രസിഡന്റ് ഈ വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്, എ ഹാർട്ട് ബീറ്റ് എവേ ഫ്രം പ്രസിഡൻസി. അതായത് പ്രസിഡന്റിന്റെ ഹാർട്ട് ബീറ്റ് നിലച്ചു കഴിഞ്ഞാൽ അടുത്തയാള് പിന്നെ ഉടനെ വൈസ് പ്രസിഡന്റ് ആണ്. അതാണ് അമേരിക്കയുടെ ചൊല്ലു തന്നെ, അതാണ് പഴക്കവും. അങ്ങനെ 8 തവണ ഈ അമേരിക്കയിലെ 45 പ്രസിഡന്റുമാരിൽ 8 പേര് ഓഫീസിലിരിക്കെ മരിച്ചു. ഒരാള് നിക്സൺ രാജിവെച്ചു. അങ്ങനെ 9 പേരാണ് പ്രസിഡൻസി ഒഴിഞ്ഞുപോയത്. അപ്പോൾ പകരം ആള് വന്നത് വൈസ് പ്രസിഡന്റുമാരാണ് എല്ലായ്പ്പോഴും പിന്നെ സ്ഥാനമേറ്റത്, അല്ലാതെ വേറെ ആരും ഏറ്റിട്ടില്ല. ഇപ്പോഴത്തെ ഈ പ്രസിഡൻഷ്യൽ സക്സഷൻ അനുസരിച്ച് പ്രസിഡന്റ് മരിച്ചാൽ അല്ലെങ്കിൽ പ്രസിഡന്റിന് പിന്നെ എന്തെങ്കിലും പിന്നെ അസുഖബാധ വന്ന് ആ ജോലി ചെയ്യാൻ പറ്റാതെ വന്നാൽ അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്താൽ വൈസ് പ്രസിഡന്റ് ഓട്ടോമാറ്റിക്കലി പ്രസിഡന്റ് ആവും. ഇനി വൈസ് പ്രസിഡന്റ് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അടുത്ത സ്ഥാനം സ്പീക്കർക്കാണ്, ഹൗസ് സ്പീക്കർക്കാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നാൻസി പെലോസി. ഇനി അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ 3 പേർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ 4മത്തെ ആള് പിന്നെ പ്രസിഡന്റ് പ്രോ ടെമ്പോർ ഓഫ് സെനറ്റ് എന്ന് പറഞ്ഞാൽ സെനറ്റിന്റെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ആണ്. നമുക്കറിയാം, വൈസ് പ്രസിഡന്റ് ആണ്, ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. വൈസ് പ്രസിഡന്റ് ആണ്. ഈ വൈസ് പ്രസിഡന്റിന് ഇല്ലാതെ ഇരിക്കുമ്പോൾ അതിന് അടുത്ത സ്ഥാനമുള്ള സെനറ്റർ, അദ്ദേഹമാണ് പ്രസിഡന്റ് പ്രോ ടെമ്പോർ എന്ന് പറയുന്നത്. അദ്ദേഹം ആണ്. പിന്നെ 3മത്തെ ഈ വൈസ് പ്രസിഡന്റും സ്പീക്കറും കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം. അത് കഴിഞ്ഞാൽ 4ാം സ്ഥാനം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനാണ്, ഇപ്പോൾ മൈക്ക് പോംപിയോ. അതിനുശേഷം ക്യാബിനറ്റ് സെക്രട്ടറിമാർക്കാണ് പിന്നെ സ്ഥാനങ്ങൾ. പിന്നെ അവർക്കാണ് ചാൻസ്, അവരുടേതാണ് പിന്നെ അടുത്തടുത്ത സ്ഥാനങ്ങൾ. അതിൽ ചില ക്യാബിനറ്റ് സെക്രട്ടറിമാർക്ക് പിന്നെ പറ്റത്തില്ല. ഉദാഹരണത്തിന് പിന്നെ സർജൻ ജനറൽ, പിന്നെ സെക്രട്ടറി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇവർക്കൊന്നും പിന്നെ പറ്റില്ല. പക്ഷെ മറ്റ് സെക്രട്ടറിമാർക്ക് സക്സഷൻ അതിൽ ആ ലൈനിൽ ഉണ്ട്. ഇന്നേവരെ അങ്ങനെ ആരും ഈ വൈസ് പ്രസിഡന്റ് അല്ലാതെ വേറെ ആരും പിന്നെ സ്ഥാനം ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് ചരിത്രം. ആകപ്പാടെ ഈ നിക്സന്റെ കാലത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന മൈക്ക് ടി അഗ്ന്യൂ, അദ്ദേഹം രാജിവെച്ചു. നിക്സൺ മുമ്പേ തന്നെ രാജിവെച്ചു എന്ന് തോന്നുന്നു. പകരം പിന്നെ ജെറാൾഡ് ഫോർഡാണ് വൈസ് പ്രസിഡന്റ് ആയത്. അദ്ദേഹം പിന്നെ നിക്സൺ രാജിവെക്കുമ്പോൾ പ്രസിഡന്റ് ആവുകയാണ് ചെയ്തത്. ഇനി അപ്പം സക്സഷനെ പറ്റിയാണ് ഇത് പിന്നെ ഇത്രയും. ഇനി ഇത് പ്രസിഡന്റുമാരൊക്കെ പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ സക്സഷനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കേണ്ടതാണ്. ഇനി വേറൊരു തമാശയുള്ളത്, ഈ പ്രസിഡൻസിയെ പറ്റി പറയുന്ന വേറൊരു തമാശയൊന്നുമല്ല, വേറെ ഒരു ചരിത്രം പറയുന്നത്, ഈ ഒരു ടെക്കുംസേസ് കഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം പറയാറുണ്ട്. ടെക്കുംസെ എന്ന് പറഞ്ഞ് ടിപ്പിക്കാനോ കഴ്സെന്നും പറയും, കഴ്സ് ഓഫ് ടിപ്പിക്കാനോ. അപ്പൊ അത് ടെക്കുംസെ എന്ന് പറയുന്നത് ഈ നേറ്റീവ് അമേരിക്കൻസിന്റെ ഒരു വലിയ നേതാവായിരുന്നു. അദ്ദേഹം 1812 ബ്രിട്ടൻ ആകപ്പാടെ അമേരിക്ക പിറന്നതിന് ശേഷം അമേരിക്കയെ കീഴ്പ്പെടുത്തിയത് ഒരു യുദ്ധത്തിൽ മാത്രമേ അമേരിക്ക തോറ്റിട്ടുള്ളൂ. കീഴ്പ്പെടുത്തിയത് അമേരിക്കൻ സോയിലിൽ വെച്ച്, അമേരിക്കൻ മണ്ണിൽ വെച്ച്. അത് ബ്രിട്ടൻ 1812 വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. ആ സമയത്ത് ഈ ടെക്കുംസെ ബ്രിട്ടനോടൊപ്പമായിരുന്നു. അദ്ദേഹം കാര്യമായിട്ട് ഒരുപാട് ഭാഗത്തെല്ലാം അധികാരം സ്ഥാപിച്ചു. ഒരു നേറ്റീവ് അമേരിക്കൻ മൂവ്മെന്റ് ഉണ്ടാക്കി ശക്തിപ്പെടുത്തി. അത് ഇപ്പോഴത്തെ ലഫയത്ത്, ഇന്ത്യാന, അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന് തോന്നുന്നു. അപ്പൊ അവിടെ നിന്ന് അമേരിക്കക്കെതിരെ അദ്ദേഹം പോരാടുകയായിരുന്നു ചെയ്തത്. എങ്ങനെയായാലും 1813 മറ്റോ അദ്ദേഹം മരിച്ചു. പിന്നെ അദ്ദേഹത്തെ കൊല്ലപ്പെട്ടു. അതിനുശേഷം ആ നേറ്റീവ് അമേരിക്കൻസ് ഒരിക്കലും അതുപോലെ ശക്തിപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നീട് അവരുടെ ശക്തി ക്ഷയിക്കുകയാണ് ചെയ്തത്. അവര് കൈവശം വെച്ചിരുന്ന ടെറിട്ടറി എല്ലാം, സ്ഥലങ്ങളെല്ലാം അമേരിക്ക തന്നെ വിട്ടുകൊടുക്കേണ്ടിയും വന്ന് അവരങ്ങ് ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത്. ചില മേഖലകളിലായി ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പൊ ഈ ടെക്കുംസയെ തോൽപ്പിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് അന്നത്തെ ജനറലായിരുന്ന വില്യം ഹെൻറി ഹാരിസൺ, WH ഹാരിസൺ, അദ്ദേഹമായിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട ജനറൽ. ഇനി ഈ കഴ്സ് എന്താന്ന് വെച്ചാല്, ഈ 1840 ഈ ഹാരിസൺ പ്രസിഡന്റായി. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ പിന്നീട് പ്രസിഡന്റ് ആവുന്നുണ്ട്. അങ്ങനെ അമേരിക്കയിലെ അപ്പനും മകനും പ്രസിഡന്റായ ചുരുക്കം ചില ചരിത്രങ്ങളേ ഉള്ളൂ. അതിലൊന്നായിരുന്നു അദ്ദേഹം ഹാരിസന്റെ മകനും ജോർജ് ബുഷിന്റെ ജോർജ് W ബുഷും. അങ്ങനെ ചുരുക്കം ചിലർ മാത്രം. അപ്പൊ എങ്ങനെയായാലും ഈ കഴ്സ് എന്താന്ന് ചോദിച്ചാൽ ഓരോ 20 വർഷം
ഈ സീറോയിൽ തീരുന്ന വർഷം പിന്നെ അധികാരമേക്കുന്ന പ്രസിഡന്റ് പിന്നെ അധികാരത്തിലിരിക്കാൻ മരിച്ചു പോകുക എന്നുള്ളതായിരുന്നു ആ കഴ്സ്. 1840 ഈ ജെയിംസ് ഹാരിസൺ മരിച്ചു. പിന്നെ 1860 പ്രസിഡന്റായ എബ്രഹാം ലിങ്കൻ മരിച്ചു, വെടിയേറ്റ് മരിച്ചു. 1880 പ്രസിഡന്റായ ക്ലീവ്ലൻഡ് അദ്ദേഹം മരിച്ചു. 1900 പ്രസിഡന്റായ വില്യം മക്കിൻലി അതുപോലെ വെടിയേറ്റ് മരിച്ചു. ഇനി 1920 പിന്നെ ഹെൻറി ഹാർഡിങ് അദ്ദേഹം മരിച്ചു. 1940 ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് അദ്ദേഹം പിന്നെ അധികാരത്തിലിരിക്കുകയാണ് മരിക്കുന്നത്. 1860 കെന്നഡി. അപ്പൊ ഇങ്ങനെ ഒരു ചരിത്രം പിന്നെ ഉണ്ട്. ഇത് പിന്നെ പറയുന്ന ഒരു ചരിത്രമാണ്. നമുക്കിത് അക്കാഡമിക്കായിട്ട് ഇതൊക്കെ പറഞ്ഞ് കേൾക്കാം, പറഞ്ഞ് രസിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ 1880 പ്രസിഡന്റായ റൊണാൾഡ് റെയ്ഗന് അദ്ദേഹത്തിന് പിന്നെ ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് വെടിയേറ്റു. അങ്ങനെ കുറച്ച് പിന്നെ ഇൻകപ്പാസിറ്റേറ്റ് ആയിട്ട് കുറച്ച് നാള് പിന്നെ മാറി നിൽക്കേണ്ടി വന്നു. കുറച്ച് നാൾ അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നു. ഇനി 2000 പ്രസിഡന്റായ ജോർജ് ഡബ്ല്യു ബുഷ്, അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ 9/11 ആക്രമണം ഉണ്ടായി. അതിനുശേഷം വലിയ പ്രിക്കോഷൻസ് ആണ് നമ്മുടെ അമേരിക്കയിൽ പിന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റോ ഈ എന്തെങ്കിലും വലിയൊരു ബോംബോ ഒക്കെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിൽ ഒരു ബോംബ് തന്നെ വന്ന് പറ്റാഴികയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പിന്നെ തലപ്പത്തിരിക്കുന്ന പലർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ള രീതിയിലാണ് ഈ സക്സഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആരാണ് അടുത്ത സ്ഥാനം എന്നുള്ളത്. അപ്പൊ അത് ഒരു മുൻകരുതലായിട്ടാണ് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അത് കരുതി വെച്ചിരിക്കുന്നത്. അത് എന്തായാലും അങ്ങനെ ഒന്നും ഇത് വന്നിട്ടില്ല, പിന്നെ ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ പിന്നെ 1960 ശേഷം, കെന്നഡിക്ക് ശേഷം അധികാരത്തിലിരിക്കിയ പ്രസിഡന്റുമാര് മരിച്ചിട്ടില്ല. അപ്പൊ ആ കഴ്സ് ചിലപ്പോൾ അതങ്ങ് തീർന്നായിരിക്കും. 100-120 വർഷം കൊണ്ട് ആ കഴ്സ് ഒരുപക്ഷെ തീർന്നിരിക്കാം. ഇനിയിപ്പം ആ 20 ആരംഭിക്കുന്ന വർഷം തുടങ്ങുന്നത് 2020 അതായത് ഈ വർഷം തന്നെ അടുത്ത പ്രസിഡന്റ്. അപ്പം എന്തായാലും അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ ചരിത്രത്തിലെ ഈ തമാശകളെ പറ്റി പറഞ്ഞതിന് പുറമെ ഈ പ്രസിഡന്റ് ട്രംപ് വളരെ എന്താ പറയാ ശക്തനായ ഒരു കരുത്തനായ ഒരു ഭരണാധികാരി ആ രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന് രോഗം വന്നു. രോഗം വരില്ല എന്ന് ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ അദ്ദേഹത്തെ ബാധിക്കും, ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നാണ് ഇനി അറിയേണ്ടതുള്ളത്. ഈ അദ്ദേഹത്തെ പോലെ തന്നെ പെരുമാറിയ മറ്റൊരാള് ബ്രസീലിലെ പ്രസിഡന്റ് ആയിരുന്നു, ബോൾസാനറോ. അദ്ദേഹത്തിനും കോവിഡ് വന്നു പോയി. അവിടെ ഒരുപാട് പേര് മരിച്ചു. അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ആളുകൾ മരിച്ചത് അവിടെയാണ്. പിന്നെ ലോകരംഗത്ത് നമുക്കറിയാം, പിന്നെ ചാൾസ് രാജകുമാരന് കോവിഡ് വന്നു. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണ് വന്നു. ബോറിസ് ജോൺസൺ ആണ് വളരെ അപകടകരമായിട്ട് വളരെ പിന്നെ അത്യാസന്ന നിലയിൽ വരെ അദ്ദേഹമായി പോയി. പക്ഷെ ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ അതിലെ ഒരു ഗുണകരമായ ഒരു കാര്യം അവർക്കൊക്കെ ഉണ്ടായത് ആദ്യകാലത്താണ്. അന്ന് കാര്യമായ മരുന്നോ കാര്യപ്പെട്ട അറിവുകളോ ഇല്ലായിരുന്നു. ഇന്നിപ്പോ അത്രയൊന്നും ആ ഒരു അവസ്ഥയൊന്നും ഇല്ല. വളരെ മെച്ചപ്പെട്ട കാര്യങ്ങൾ നമുക്കുണ്ട്, വളരെ സംവിധാനങ്ങൾ പിന്നെ കൂടുതലുണ്ട്, മരുന്നുകളുണ്ട്, അറിവുണ്ട്. പിന്നെ പ്രസിഡന്റ് ആണെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് താനും. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രസിഡന്റ് അധികം താമസിക്കാതെ തന്നെ പഴയ രീതിയിൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടാവട്ടെ. നമ്മുടെ ഈ പ്രസിഡന്റ് ഇല്ലാത്ത ഒരു രാഷ്ട്രീയം ഇപ്പൊ തൽക്കാലത്തെ സാഹചര്യത്തിൽ ഈ പ്രസിഡന്റ് ഉള്ളതാണ് നമ്മുടെ ഈ രാഷ്ട്രീയ രംഗത്തെ സജീവമാക്കുന്നത്. കുറെ കാലത്തിന് ശേഷമാണ് ക്ലിന്റന്റെ കാലത്ത് ആ മോണിക്ക ലൂവൻസ്കി വിവാദമൊക്കെ വന്നപ്പോഴാണ് പ്രസിഡൻസി ഇത്രയ്ക്ക് സജീവമായിരുന്നത്. അതിനുശേഷം ഒബാമയുടെ കാലത്തൊന്നും ഇതുപോലെ സജീവമായിരുന്നില്ല. ഈ ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങൾ പറയുന്ന പ്രസിഡന്റുമാരും ഒക്കെ ഉള്ളപ്പോഴാണ് പ്രസിഡൻസി സജീവമാകുന്നത്, ജനശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരാളാണ് ട്രംപ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ, വീണ്ടും പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കാം. പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് ഹോപ്പ് ഹിക്സിനാണ് ആദ്യമായിട്ട് കോവിഡ് വന്നതെന്ന് അറിഞ്ഞത്. വൈറ്റ് ഹൗസിൽ പ്രസിഡന്റുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട ഒരാൾ എന്ന നിലയിൽ അവര് ഡിബേറ്റിന് ഒഹായോയിലേക്ക് പ്രസിഡന്റിനൊപ്പം പിന്നെ എയർഫോഴ്സ് 1 ഉണ്ടായിരുന്നു. അപ്പം എയർഫോഴ്സ് 1 കൂടെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ആർക്കൊക്കെ ഇത് ബാധിച്ചിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി ഈ ഹോപ്പ് ഹിക്സിന് രോഗമുണ്ട് എന്നുള്ളത് വൈറ്റ് ഹൗസ് അല്ല ആദ്യം പറഞ്ഞത്, അത് മാധ്യമങ്ങളാണ് അത് വെളിപ്പെടുത്തിയത്. അതിനുശേഷമാണ് പ്രസിഡന്റ് അദ്ദേഹത്തിനും ഭാര്യയ്ക്കും പിന്നെ രോഗമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഈ ഡിബേറ്റിന് ചെല്ലുമ്പോൾ പ്രസിഡന്റ് സിംറ്റോമാറ്റിക് ആയിരുന്നോ, അദ്ദേഹത്തിന് രോഗം ബാധിച്ചിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
ആ സമയത്ത് എന്തായാലും 6 അടി അകലെയാണ് ജോ ബൈഡൻ നിന്നിരുന്നത്. അതിനാൽ അസുഖം ഉണ്ടെങ്കിലും അത് പകരാനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും ബൈഡനുമൊക്കെ ടെസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ശുഭകരമായൊരു വാർത്ത, ഇപ്പോൾ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പോംപിയോയും അവരൊക്കെ ടെസ്റ്റ് ചെയ്തു, അവരൊക്കെ നെഗറ്റീവാണ്, അവർക്കൊന്നും കുഴപ്പമില്ല. അതിനാൽ പിന്നെ അത്രയും ആശ്വാസകരമായ കാര്യം. ഇനി പ്രസിഡന്റിന് രോഗമുണ്ടെങ്കിൽ കൂടി അവിടെ വൈറ്റ് ഹൗസിൽ ഇരുന്ന് ജോലി ചെയ്യാവുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങളൊന്നുമില്ല. ഈ കൊറോണ ബാധിച്ചാൽ ഈ കോവിഡ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ചെറിയ പനിയൊക്കെ വരുമെന്നല്ലാതെ അത് നമ്മളെ ബാധിക്കണമെന്നൊന്നുമില്ല. മിക്കവർക്കും 99% ആളുകൾക്കും അത് ബാധിച്ചിട്ടുമില്ല. അപ്പൊ അതുപോലെ ഒരാളായിരിക്കാം പ്രസിഡന്റ് ട്രംപും എന്ന് നമുക്ക് കരുതാം. അദ്ദേഹത്തിന് ഈ പ്രായം, ഈ വെയിറ്റ് കൂടുതൽ, കൊളസ്ട്രോൾ, ഇത്രയാണ് ഉള്ളത്. മറ്റു രോഗങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയൊന്നും പേടിക്കേണ്ടതുമില്ല. ഇനി ഇതിനിടയിൽ ചില കാര്യങ്ങൾ നടന്നത്, ഈ ഹൗസിൽ 2.2 ട്രില്യന്റെ സ്റ്റിമുലസ് പാക്കേജ് പാസ്സായി. പക്ഷേ അതിപ്പം പ്രസിഡന്റ് ഇങ്ങനെ രോഗബാധിതനൊക്കെ ആണെങ്കിൽ അതിന്റെ ചർച്ചകളോ അല്ലെങ്കിൽ അത് സെനറ്റ് പാസ്സാക്കുകയോ അല്ലെങ്കിൽ അത് വൈറ്റ് ഹൗസിൽ എത്തുകയോ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇലക്ഷന് മുമ്പ് ഒരു സ്റ്റിമുലസ് പാക്കേജോടുകൂടി ഒരു സ്റ്റിമുലസ് ചെക്ക് കൂടെ കിട്ടുന്ന യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇപ്പൊ തന്നെ 60,000-ഓളം എയർലൈൻസ് ജോലിക്കാരെ പിരിച്ചുവിടാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അവർക്ക് ഇന്നലെ എന്തെങ്കിലും ഒക്ടോബർ 1 ആകുമ്പോഴത്തേക്ക് ഒരു പാക്കേജ്, എന്തെങ്കിലും സഹായമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആ ഇൻഡസ്ട്രി മൊത്തം. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ 60,000-ഓളം പേരെ ഉടനെ പിരിച്ചുവിടുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആളുകളെ പിരിച്ചുവിടാനൊക്കെ തുടങ്ങുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ തന്നെ താഴേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇനിയിപ്പം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇടിവ് കാണാൻ തുടങ്ങി. ഈ ജോലികളൊക്കെ ഇല്ലാതാവുക അല്ലെങ്കിൽ ജോലി സാധ്യതകൾ ഇല്ലാതാവുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ചെയിൻ റിയാക്ഷനാണ് പിന്നെ ഉണ്ടാകാൻ പോകുന്നത്. സമ്പദ് വ്യവസ്ഥയെ, സമ്പദ്ഘടനയെ അത് എങ്ങനെയാണ് ബാധിക്കുകയെന്ന്, ദീർഘകാലത്തേക്ക് എങ്ങനെയാണ് ബാധിക്കുകയെന്ന് നമുക്കറിയാൻ പറ്റില്ല. പ്രസിഡന്റ് ട്രംപാണ് ഏറ്റവും ഉഷാറായിട്ട് നിന്നിരുന്നത് ഇതിനെല്ലാം പിന്നില്. ഒന്നും വരില്ല, എല്ലാത്തിനെയും നേരിടുമെന്നുള്ള രീതിയിൽ. അപ്പൊ അദ്ദേഹത്തിനൊരു രോഗബാധ വന്നു കഴിഞ്ഞാൽ അത് എക്കോണമിയെയും നമ്മുടെ ആത്മവിശ്വാസത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, ഒന്ന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ തരികിടയിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഇനി മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം സന്ധിക്കാം. ഈ ഷോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അഭിപ്രായങ്ങൾ, പലരും നല്ല അഭിപ്രായങ്ങളും ചീത്ത അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. എല്ലാ അഭിപ്രായങ്ങൾക്കും നന്ദി. വിമർശനങ്ങൾക്ക് പ്രത്യേകം നന്ദി. അതാണല്ലോ നമ്മളെ മെച്ചപ്പെടുത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. editor@eMalayali.com. ഒരിക്കൽ കൂടി editor@eMalayali.com. എല്ലാവർക്കും നന്ദി. The new owner at Toyota City in Mamaroneck. Welcome to Toyota City. Hi, my name is Jerry Thomas. We welcome you to Toyota City. We are a brand new dealership located in Mamaroneck, New York. And our motto here is transparency, efficiency, and respect. Transparency. Every deal will be totally transparent. Efficiency. We've made many investments to technology, to processes here, so that our customers will never waste time, waste money. Respect. We want to respect your time, and we want to make sure that we get you in and out as fast as possible. Our service department is the largest in Westchester County. We're the only Toyota dealership in Westchester County that offers loaner cars every time you come for service. And we're here for you. Come see us. You're going to see why everyone is saying, I love this city. Spectrum Auto Sales. One-stop shop exceeding perfection. Brand names, brand value, brands of the world. Spectrum Auto Sales. Guaranteed credit approvals. Large selection of pre-owned vehicles. All brands and makes. www.spectrumautosols.com. Visit our 11,000 square feet facility at 175 South Route 303, West Nyack, New York 1-845-348-7777. Spectrum Auto Collision Center, exceeding perfection, collision and repair. Grand opening at the West Nyack facility. 20 years experience, service you can trust. Customer satisfaction is at its best. World-class auto service facility not a world away. 175 South Route 303, West Nyack, New York
telephone number 1-845-348-7777.